ചില മനുഷ്യരുണ്ട്. അവർക്ക് നമ്മളെപ്പോലെയല്ല കാര്യങ്ങൾ. എല്ലാ പണിയും ഒതുക്കി പിള്ളാരെയും കെട്ടിയോളെയും നോക്കി ഒരു ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്നതിലപ്പുറം ഒരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ചിലർ. അവരുടെ തലയ്ക്കകത്ത് എപ്പോഴും എന്തേലും ഒരു പുഴുകിടന്ന് അരിക്കുന്നുണ്ടാകും. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരിക്കുന്ന ഒരു ചോദ്യം, ഒരു സംശയം, അതായിരിക്കും അവരുടെ ഉറക്കം കെടുത്തുന്നത്. അങ്ങനെ ഒരാളുടെ കഥയാണിത്. നോർവേ എന്ന് പറയുന്ന നാട്ടിൽ ജനിച്ച ഒരു സായിപ്പിന്റെ കഥ. ആളുടെ പേര് തോർ ഹയർദാൾ. പേരുകേട്ട് ഞെട്ടണ്ട, ആളൊരു ഒന്നൊന്നര മുതലായിരുന്നു. കഥയുടെ തുടക്കം എവിടെയാണെന്ന് വെച്ചാൽ, രണ്ടാം ലോകമഹായുദ്ധമൊക്കെ കഴിഞ്ഞ് ലോകം മുഴുവൻ ഒരു നടുനിവർത്തി വരുന്ന കാലത്താണ്. ബോംബും പുകയും വെടിയൊച്ചയുമൊക്കെ തീർന്ന് മനുഷ്യൻ സമാധാനമായി ജീവിക്കാൻ കൊതിക്കുന്ന ഒരു കാലം. നമ്മുടെ തോറ്, പുള്ളിക്കാരനൊരു ബയോളജിസ്റ്റും ആന്ത്രപ്പോളജിസ്റ്റുമൊക്കെയാണ്. എന്നുവെച്ചാൽ ഈ പുരാണത്തിലെ ആൾക്കാരും മൃഗങ്ങളും ചെടികളും മനുഷ്യന്റെ ഉത്ഭവമൊക്കെയാണ് പുള്ളിയുടെ തലയിൽ മുഴുവൻ. പുള്ളിക്ക് ഈ ഓഫീസിൽ കുത്തിയിരുന്ന് ഫയല് നോക്കുന്ന പണിയൊന്നും പിടിക്കത്തില്ല. കാടും മേടും താണ്ടി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, അതായിരുന്നു ലൈൻ. അങ്ങനെയിരിക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ ഭാര്യ ലീവിനെയും കൂട്ടി ഒരു യാത്ര പോയി. ഹണിമൂണൊന്നുമല്ല, എന്നാലും ഏതാണ്ട് അതുപോലൊരെണ്ണം. ഫ്രഞ്ച് പോളിനീഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പസഫിക് മഹാസമുദ്രത്തിന്റെ നടുക്ക് ചിതറിക്കിടക്കുന്ന കുറേയേറെ സുന്ദരൻ ദ്വീപുകൾ. അതിലൊരു ദ്വീപാണ് ഫാത്തു ഹിവ. അവിടെ പോയി താമസിക്കാൻ തീരുമാനിച്ചു. എന്തിനാണെന്നോ? ഈ ഫോണും ബഹളവും പത്രവും രാഷ്ട്രീയവും ഒന്നുമില്ലാതെ പ്രകൃതി പണ്ട് എങ്ങനെയായിരുന്നോ അതുപോലെ ഒന്ന് ജീവിച്ചു നോക്കാൻ. അവിടത്തെ ആൾക്കാരുടെ കൂടെ താമസിച്ച് അവരുടെ രീതികളൊക്കെ പഠിക്കാൻ. 1 വർഷത്തോളം അവരവിടെ ആധുനിക ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ കഴിഞ്ഞു. ശരിക്കും ഒരു ഏദൻ തോട്ടത്തിലെ ജീവിതം. അവിടെ ആ തെങ്ങിൻതോപ്പിലിരുന്ന് കടലിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് തോറിന്റെ തലയിൽ ആ പുഴു കയറിക്കൂടിയത്. ഒരു വലിയ ചോദ്യം. ഈ പോളിനീഷ്യൻ ദ്വീപുകളിലെ, അതായത് ഹവായ്, ഈസ്റ്റർ ദ്വീപ്, ന്യൂസിലൻഡൊക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ കടൽ സാമ്രാജ്യം, ഇവരുടെയൊക്കെ പൂർവികർ ആരാണ്? അന്നത്തെ കാലത്തെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരുമൊക്കെ തറപ്പിച്ചു പറയുന്ന ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ: ഇവർ ഏഷ്യയിൽ നിന്ന് വന്നവരാണ്. ചെറിയ വള്ളങ്ങളിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കടലിന്റെ ഒഴുക്കിനും കാറ്റിനുമെതിരെ തുഴഞ്ഞും പായ്കെട്ടിയും ഈ ദ്വീപുകളിൽ എത്തിച്ചേർന്നവരാണെന്ന്. തോറ് അവിടെ ഇരുന്ന് വെറുതെ കാറ്റടിക്കുന്നത് നോക്കി. കടലിലെ ഒഴുക്ക് ശ്രദ്ധിച്ചു. കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് പടിഞ്ഞാറ്റോട്ടാണ് കാറ്റും ഒഴുക്കും മുഴുവൻ. ഒരു തടസ്സവുമില്ലാതെ ഒരു പുഴ ഒഴുകുന്നതുപോലെ. എൻ്റെ കർത്താവേ, ഇതെന്തൊരു കഥയാണ് ഈ സായിപ്പന്മാർ പറയുന്നത്? തോറു മനസ്സിലോർത്തു. ഇത്രയും ശക്തമായ ഒഴുക്കിനും കാറ്റിനുമെതിരെ ഏഷ്യയിൽ നിന്ന് തുഴഞ്ഞ് ഇവിടെ എത്തുകയെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ? ഇതിലെന്നോ ഒരു ചീഞ്ഞ നാറ്റം എനിക്ക് മണക്കുന്നുണ്ടല്ലോ. പുള്ളിക്ക് വെറുതെ ഇരിക്കാൻ തോന്നിയില്ല. അവിടെ ആ ദ്വീപിൽ പ്രായം ചെന്ന ഒരു മൂപ്പനുണ്ടായിരുന്നു. പുള്ളിയുമായി തോറ് നല്ല ചങ്ങാത്തത്തിലായി. ഒരു ദിവസം രാത്രി തീ കായുന്നതിനിടയിൽ ആ മൂപ്പൻ ഒരു പഴയ കഥ പറഞ്ഞു. അവരുടെയൊക്കെ മുതുമുത്തശ്ശന്മാർ, അതായത് ഈ ദ്വീപിലെ ആദ്യത്തെ ആൾക്കാർ, കിഴക്ക് നിന്നാണ് വന്നതെന്ന്, സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന്. അവരുടെ ഒരു വലിയ രാജാവുണ്ടായിരുന്നു, ഒരു ദൈവം തന്നെ, പേര് ടിക്കി. ടിക്കിയുടെ നേതൃത്വത്തിൽ കിഴക്കുള്ള ഒരു വലിയ കരയിൽ നിന്ന് അവർ കടലിലേക്ക് യാത്ര തിരിച്ച് ഇവിടെ എത്തിയതാണെന്ന്. തോറിന്റെ തലയിൽ ഒരു ഇടിമിന്നലുണ്ടായി. കിഴക്കോ? പോളിനേഷ്യയുടെ കിഴക്ക് എന്താണുള്ളത്? സൗത്ത് അമേരിക്കൻ വൻകര, പെറു, ഇക്വഡോർ തുടങ്ങിയ രാജ്യങ്ങൾ. അവിടുത്തെ പുരാതന ഇൻക സംസ്കാരത്തെപ്പറ്റി തോറിന് നല്ലപോലെ അറിയാമായിരുന്നു. ഇൻകകൾക്ക് മുമ്പ് അവിടെ ജീവിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. അവരുടെ പ്രധാന ദൈവം സൂര്യദേവനായിരുന്നു. ആ ദൈവത്തിന്റെ പേരെന്താണെന്നോ? കോൺ ടിക്കി വീരാക്കോച്ച. ടിക്കി, കോൺ ടിക്കി, പേരുകളിലൊരു സാമ്യമുണ്ട്. കഥകളിലും സാമ്യമുണ്ട്. ഇൻക പുരാണമനുസരിച്ച് കോൺ ടിക്കിയെ ശത്രുക്കൾ ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചു. അപ്പോൾ കോൺ ടിക്കിയും തന്നെ വിശ്വസിക്കുന്ന ഒരുപറ്റം ആൾക്കാരും കൂടി പടിഞ്ഞാറോട്ട് പസഫിക് സമുദ്രത്തിലേക്ക് രക്ഷപ്പെട്ടുപോയി. അവർ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. തോറിന്റെ തലച്ചോള് ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഈ 2 കഥകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ പറ്റുമോ? പുള്ളി കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. വെറുതെ ഇരുന്ന് ആലോചിക്കുകയല്ല, കാര്യങ്ങൾ കുത്തിയിരുന്ന് പഠിച്ചു. അപ്പോഴാണ് പുള്ളിക്ക് ചില ഞെട്ടിക്കുന്ന തെളിവുകൾ കിട്ടിത്തുടങ്ങിയത്. ഒന്നാമത്തെ കാര്യം ഈസ്റ്റർ ദ്വീപിലെ ഭീമാകാരമായ കൽപ്രതിമകളാണ്. മൊവായ് എന്ന് പറയും. മനുഷ്യന്റെ തലയുടെ രൂപമുള്ള 10-60 അടി പൊക്കമുള്ള ഭീകരൻ പ്രതിമകൾ. അതേപോലത്തെ ഏതാണ്ട് അതേ ശൈലിയിലുള്ള കൽപ്രതിമകൾ സൗത്ത് അമേരിക്കയിലെ ആൻഡിസ് പർവ്വതനിരകളിലും പുരാതന ഇൻക നഗരങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വെറുമൊരു സാമ്യം മാത്രമാകാൻ വഴിയില്ല. രണ്ടാമത്തെ കാര്യം കൃഷിയാണ്.
നമ്മുടെ നാട്ടിലെ കപ്പ പോലെ പോളിനേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട ആഹാരമാണ് മധുരക്കിഴങ്ങ്. അതിനെ അവിടുത്തെ ആൾക്കാർ വിളിക്കുന്ന പേരാണ് കുമാർ എന്നാണ്. തോർ ഞെട്ടിപ്പോയി. കാരണം സൗത്ത് അമേരിക്കയിലെ പെറുവിൽ അവിടുത്തെ പഴയ ഭാഷയായ കെച്ചുവായിൽ മധുരക്കിഴങ്ങിന് പറയുന്ന പേരും കുമാർ എന്ന് തന്നെയാണ്. ഇതൊരിക്കലും യാദൃഷ്ടികമല്ല. അമേരിക്കയിൽ ഉത്ഭവിച്ച ഒരു ചെടി ഒരു വിത്തും തയ്യുമില്ലാതെ കടലിൻ്റെ നടുക്കുള്ള ഒരു ദ്വീപിൽ എങ്ങനെ എത്തി? ആരെങ്കിലും കൊണ്ടുവന്നേ പറ്റൂ. ഈ തെളിവുകളൊക്കെ ഒരു മാലയിലെ മുത്തുകൾ പോലെ കോർത്തെടുത്ത് തോർ ഹെയർദാൾ തൻ്റെ സ്വന്തം സിദ്ധാന്തം രൂപപ്പെടുത്തി. പോളിനേഷ്യയിലെ ആദ്യത്തെ താമസക്കാർ ഏഷ്യയിൽ നിന്നല്ല വന്നത്. അവർ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഇങ്കകൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ജനതയാണ്. അവർ അവിടത്തെ കാടുകളിൽ വളരുന്ന ഭീമാകാരമായ ബാൽസാ മരം കൊണ്ട് ചങ്ങാതങ്ങൾ കെട്ടി ഹംബോൾട്ട് എന്നു പേരുള്ള ശക്തമായ കടലൊഴുക്കിൻ്റെയും കിഴക്കൻ കാറ്റിൻ്റെയും സഹായത്തോടെ തുഴയുക പോലും ചെയ്യാതെ പടിഞ്ഞാറോട്ടൊഴുകി ഈ ദ്വീപസമൂഹങ്ങളിലെത്തിയവരാണ് കോൺ ടിക്കിയുടെ അനുയായികളും. ഇതൊരു വിപ്ലവകരമായ ആശയമായിരുന്നു. അന്നുവരെ ലോകം വിശ്വസിച്ചിരുന്ന ചരിത്രത്തെ തലകീഴായി നിർത്തുന്ന ഒരു സിദ്ധാന്തം. ഈ കണ്ടുപിടുത്തത്തിൻ്റെ ആവേശത്തിൽ പുള്ളി നേരെ അമേരിക്കയിലേക്ക് വെച്ചുപിടിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരും പ്രൊഫസർമാരുമൊക്കെ കൂടുന്ന ഒരു വലിയ കോൺഫറൻസിൽ തൻ്റെ സിദ്ധാന്തം അവതരിപ്പിക്കാൻ ഒരവസരം സംഘടിപ്പിച്ചു. ആ വലിയ ഹാളിൽ ലോകപ്രശസ്തരായ പണ്ഡിതന്മാരുടെ മുന്നിൽ തോർ ഹെയർദാൽ എന്ന ചെറുപ്പക്കാരൻ നിന്നു. പുള്ളി ആവേശത്തോടെ ഓരോ തെളിവുകളായി നിരത്തി. പ്രതിമകളുടെ കാര്യം പറഞ്ഞു, ദൈവങ്ങളുടെ പേരിൻ്റെ സാമ്യം പറഞ്ഞു, കുമാരയുടെ കഥ പറഞ്ഞു, കാറ്റിൻ്റെയും ഒഴുക്കിൻ്റെയും ദിശയുടെ കാര്യം തറപ്പിച്ചു പറഞ്ഞു. കേട്ടിരുന്ന സായിപ്പന്മാരുടെ മുഖത്ത് വലിയ താൽപ്പര്യമൊന്നും കണ്ടില്ല. പുച്ഛം കലർന്ന ഒരു ചിരി അവരുടെ ചുണ്ടിലുണ്ടായിരുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വലിയ പ്രൊഫസർ തോറിൻ്റെ തോളത്തൊരു തട്ട് തട്ടിയിട്ട് പറഞ്ഞു, മിസ്റ്റർ ഹെയർദാൾ, കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ലൊരു ഭാവനയുമുണ്ട് നിങ്ങൾക്ക്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പറയുന്ന ആ പുരാതന കാലത്തെ സൗത്ത് അമേരിക്കൻകാർക്ക് കടലിൽ ദീർഘദൂരം യാത്ര ചെയ്യാൻ പറ്റിയ യാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഉണ്ടാക്കിയിരുന്ന ആ ബാൽസാ മരത്തിൻ്റെ ചങ്ങാതങ്ങൾ നമ്മുടെ സ്പോഞ്ച് പോലെ വെള്ളം വലിച്ചെടുക്കുന്ന ഒന്നാണ്. ആഴ്ചകൾക്കുള്ളിൽ അത് വെള്ളം കുടിച്ചു ഭാരം കൂടി കടലിൽ താണുപോകും. അതിൽ കയറി 5000 കിലോമീറ്റർ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വെറും ഭ്രാന്താണ്, നടക്കാത്ത കാര്യമാണ്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ. പെറുവിൽ നിന്ന് അങ്ങനെ ഒരു ചങ്ങാതം കെട്ടി പോളിനേഷ്യ വരെ ഒന്ന് പോയി കാണിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതൊരു കളിയാക്കലായിരുന്നു, പരിഹാസം കൊണ്ട് ചെകിട്ടത്തടിക്കുന്നത് പോലെ. ഓ പിന്നെ അങ്ങ് ചെയ്ത് കാണിക്കടോ എന്നൊരു ഭാവം. ആ നിമിഷം ആ ഹാളിൽ വെച്ച് തോർ ഹെയർദാലിൻ്റെ ഉള്ളിലെ വാശിക്കാരൻ ഉണർന്നു. നോർവേക്കാരനാണെങ്കിലും ആ നിമിഷം പുള്ളിയുടെ സിരകളിലൂടിയത് നമ്മുടെ മലയാളികളുടെ ചോരയാണ്. ഒരു വെല്ലുവിളി കേട്ടാൽ പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റാത്ത സ്വഭാവം. ആ കളിയാക്കൽ ഒരു വെല്ലുവിളിയായി അയാൾ ഏറ്റെടുത്തു. അയാളുടെ തലച്ചോറ് മന്ത്രിച്ചു, എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് കാണിച്ചു കൊടുത്തേക്കാം. അവിടെ കൂടിയിരുന്നവർ അറിഞ്ഞിരുന്നില്ല, തങ്ങളുടെ പരിഹാസം ചരിത്രത്തിലെ തന്നെ ഏറ്റവും സാഹസികമായ ഒരു കടൽ യാത്രയ്ക്ക് തിരികൊളുത്താൻ പോകുകയാണെന്ന്. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭ്രാന്തൻ പരീക്ഷണത്തിന്. തോർ ഹെയർദാൽ എന്ന ഒറ്റയാൻ അറിവിന്റെ അഹങ്കാരവുമായിരിക്കുന്ന ലോകത്തോട് മുഴുവൻ ഒരു പന്തയം വയ്ക്കാൻ തീരുമാനിച്ചു. ഒരു പുരാതന ചങ്ങാടത്തിൽ ആധുനിക ഉപകരണങ്ങളുടെ വലിയ സഹായമില്ലാതെ പസഫിക് മഹാസമുദ്രമെന്ന ഭീകരനെ മുറിച്ചുകടക്കാൻ. അയാളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പുരാതന മനുഷ്യർക്ക് അത് സാധിക്കുമായിരുന്നു എന്ന് തെളിയിക്കണം. അതിന് തനിക്കത് സാധിക്കുമെന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കണം. ഒരു ഭ്രാന്തനാശയം തലയിൽ ഉദിച്ചാൽ മാത്രം പോരല്ലോ, അത് നടപ്പാക്കണമെങ്കിൽ കൂടെ നിൽക്കാൻ അതുപോലത്തെ കുറച്ച് ചങ്കൂറ്റമുള്ള പിള്ളേർ വേണം. ഒറ്റയ്ക്ക് പസഫിക് സമുദ്രം താണ്ടാൻ പോയാൽ കഥ പറയാൻ പോലും ആളുണ്ടാവില്ല. തോർ തന്റെ സ്വപ്നത്തിൽ പങ്കുചേരാൻ തന്റേതേ ഓളമുള്ള കുറച്ചുപേരെ തേടിയിറങ്ങി. ഇത് വെറുമൊരു ഉല്ലാസയാത്രയല്ല, ഒരുപക്ഷേ പോയാൽ തിരിച്ചുവരവില്ലാത്ത ഒരു യാത്രയാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആളെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല പോലെ ശ്രദ്ധിക്കണമായിരുന്നു. ആദ്യം തന്നെ പുള്ളി മനസ്സിൽ കണ്ടത് ഹെർമൻ വാറ്റ്സിംഗർ എന്നൊരു എഞ്ചിനീയറെയാണ്. ഹെർമൻ വെറുമൊരു സാധാരണ എഞ്ചിനീയർ ആയിരുന്നില്ല, നല്ല ഉയരവും തടിയുമുള്ള ഒരു കരിങ്കല്ല് പോലത്തെ മനുഷ്യൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നോർവീജിയൻ പ്രതിരോധസേനയിൽ ടെക്നിക്കൽ ഓഫീസറായി പ്രവർത്തിച്ച ആളാണ്. തണുത്തുറഞ്ഞ മലനിരകളിൽ ഒളിച്ചുപാർക്കാനും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുമുള്ള കഴിവൊക്കെ പുള്ളിക്കുണ്ട്. എല്ലാത്തിനെയും ഒരു എഞ്ചിനീയറിംഗ് കണ്ണോടെ കാണുന്ന, കണക്കുകളും പ്രായോഗികതയും നോക്കുന്ന ഒരാൾ. തോർ ഹെർമനെ ന്യൂയോർക്കിൽ വെച്ച് കണ്ടുമുട്ടി.
ഒരു കോഫി ഷോപ്പിലിരുന്ന് തോർ തന്റെ പ്ലാൻ ഒരു മടിയുമില്ലാതെ വിവരിച്ചു. ഹെർമൻ, നമ്മളൊരു ചങ്ങാടം ഉണ്ടാക്കാൻ പോവാ. പുരാതന കാലത്തെ ഇങ്കകൾ ഉണ്ടാക്കിയതുപോലെ തന്നെയുള്ള ഒന്ന്, ബാൽസാമരം കൊണ്ട്. ഒരൊറ്റ ആണി പോലും ഉപയോഗിക്കാതെ കയറുകൊണ്ട് മാത്രം കെട്ടി. എന്നിട്ട് നമ്മൾ പെറുവിലിരുന്ന് കടലിലിറങ്ങും. പസഫിക് സമുദ്രത്തിലൂടെ ഏകദേശം 8000 കിലോമീറ്റർ കാറ്റിലും ഒഴുക്കിലും ഒഴുകി പോളിനേഷ്യൻ ദ്വീപുകളിലെത്തണം. വരുന്നുണ്ടോ എൻ്റെ കൂടെ? ഹെർമൻ ഒരു നിമിഷം തോറിനെ അടിമുടി നോക്കി. ഇവന് വട്ടാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ആ എഞ്ചിനീയറുടെ കണ്ണുകൾ വിടർന്നു. പുള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്ന സാഹസികൻ പുറത്തു ചാടി. ഡാമുകളും പാലങ്ങളും പണിയുന്നതിനേക്കാൾ വലിയൊരു വെല്ലുവിളി, ഒരു ചങ്ങാടം, അതും പുരാതന രീതിയിൽ പണിതത്. പസഫിക്കിന്റെ തിരമാലകളെ അതിജീവിക്കുമോ? അതിന്റെ ബലതന്ത്രം എന്തായിരിക്കും? ആ ചോദ്യങ്ങൾ ഹെർമനെ ആവേശഭരിതനാക്കി. തോർ, നിന്റെ ആശയം എനിക്കിഷ്ടപ്പെട്ടു. ഇത് നടക്കുമോ ഇല്ലയോന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊരു ഒന്നൊന്നര പരീക്ഷണമാണ്. ഞാൻ കൂടെയുണ്ട്. ഈ ചങ്ങാടത്തിന്റെ കണക്കുകളും അതിന്റെ കെട്ടും മട്ടും ബലവുമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ധൈര്യമായി മുന്നോട്ടു പോ. അങ്ങനെ ടീമിലെ രണ്ടാമത്തെയാൾ റെഡി. തോറിന് വലിയ ആശ്വാസമായി. തന്റെ ഭ്രാന്തൻ സ്വപ്നത്തിന് ഒരു ശാസ്ത്രീയമായ അടിത്തറ നൽകാൻ ഒരു എഞ്ചിനീയർ കൂടെയുണ്ടെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അടുത്തതായി വേണ്ടത് ഒരു നല്ല നാവിഗേറ്ററെയാണ്, അതായത് വഴി കാട്ടാൻ അറിയുന്ന ഒരാൾ. ഇന്നത്തെ പോലെ GPS-ഉം ഗൂഗിൾ മാപ്പും ഒന്നും ഇല്ലാത്ത കാലമാണ്. പണ്ടത്തെ കാലത്തെ നാവികരെ പോലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും നോക്കി ദിശയും സ്ഥാനവും കണ്ടുപിടിക്കാൻ അറിയുന്ന ഒരാൾ വേണം. തോറിന്റെ മനസ്സിൽ ഒരേ ഒരു പേരേ ഉണ്ടായിരുന്നുള്ളൂ, എറിക് ഹെസൽബർഗ്. തോറിന്റെ കുട്ടിക്കാലം മുതലുള്ള ചങ്ങാതിയാണ്. നല്ലൊരു ചിത്രകാരൻ കൂടിയാണ് എറിക്. കടലും കപ്പലുകളും പായകളുമൊക്കെ പുള്ളിയുടെ ഇഷ്ടവിഷയങ്ങളാണ്. ചെറുപ്പത്തിൽ തന്നെ കപ്പലോട്ടത്തിലും നാവികകരയിലുമൊക്കെ നല്ല താൽപ്പര്യമുണ്ടായിരുന്നു. തോർ എറിക്കിനൊരു കത്തെഴുതി. തന്റെ പദ്ധതി മുഴുവൻ അതിൽ വിവരിച്ചു. കൂടെ നീയില്ലാതെ ഈ യാത്ര പൂർണ്ണമാകില്ല എന്നൊരു വരിയും കുറിച്ചു. ആശയം കേട്ടതും എറിക്കിന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. തന്റെ പഴയ ചങ്ങാതി ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു, അതിൽ താനും ഒരു ഭാഗമാവണം. പുള്ളി നേരെ ഭാര്യയുടെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. ഞാനൊരു യാത്ര പോവുക, ഒരു മരച്ചങ്ങാടത്തിൽ, പസഫിക് കടക്കാൻ. ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ തിരിച്ചു വന്നെന്നും വരില്ല. ആ ഭാര്യയുടെ ചങ്കൂറ്റം സമ്മതിക്കണം. അവർ സമ്മതിച്ചു. അങ്ങനെ എറിക് തന്റെ പെയിന്റിംഗ് ബ്രഷുകളും സെക്സ്റ്റന്റ് എന്ന പഴയ നാവിക ഉപകരണവുമായി യാത്രയ്ക്ക് തയ്യാറായി. ടീമിലെ മൂന്നാമൻ, നാവിഗേറ്ററും ആർട്ടിസ്റ്റും എല്ലാത്തിനുമുപരി ഒരു നല്ല സുഹൃത്തും. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ വരുന്നത്. പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഒരു റേഡിയോ വേണം. ആ നടുക്കടലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു സന്ദേശം അയക്കാൻ, തങ്ങൾ ജീവനോടെയുണ്ടെന്ന് ലോകത്തെ അറിയിക്കാൻ. അതിന് ഷോർട്ട് വേവ് റേഡിയോയാണ് ഏക ആശ്രയം. അത് പ്രവർത്തിപ്പിക്കാൻ നല്ല കഴിവുള്ള ഓപ്പറേറ്റർമാർ വേണം. യുദ്ധകാലത്ത് ജർമ്മൻ അധിനിവേശത്തിനെതിരെ നോർവേയിൽ രഹസ്യമായി പ്രവർത്തിച്ച 2 മിടുക്കന്മാരായ റേഡിയോ ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു, ക്നൂട്ട് ഹൗഗ്ലാൻഡും ടോർസ്റ്റെയിൻ റാബിയും. ഇവരുടെയൊക്കെ കഥ കേട്ടാൽ നമ്മൾ സിനിമ കാണുന്നതുപോലെ തോന്നും. നാസികൾക്ക് പിടികൊടുക്കാതെ നോർവേയുടെ മഞ്ഞുമലകളിലും കൊടും വനങ്ങളിലും ഒളിച്ചിരുന്ന് സ്വന്തമായി നിർമ്മിച്ച റേഡിയോ സെറ്റുകൾ വഴി ജർമ്മൻ സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ചുള്ള രഹസ്യ സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്ന വീരന്മാരായിരുന്നു അവർ. ഇവരിലൊരാളായ ക്നൂട്ട് ഹൗഗ്ലാൻഡ് ജർമ്മൻകാർ നോർവേയുടെ ആണവ പദ്ധതിക്കായി ഉപയോഗിച്ചിരുന്ന ഹെവി വാട്ടർ പ്ലാന്റ് തകർക്കാൻ ബ്രിട്ടീഷ് കമാൻഡോകൾ നടത്തിയ അതിസാഹസികമായ ഓപ്പറേഷനിൽ പങ്കെടുത്ത ആളാണ്. ധൈര്യത്തിന്റെ കാര്യത്തിൽ ഇവരെ വെല്ലാൻ ആ കാലത്ത് നോർവേയിൽ അധികം ആളുകളുണ്ടായിരുന്നില്ല. തോർ ഇവരെ രണ്ടുപേരെയും സമീപിച്ചു. ഒരു മരച്ചങ്ങാടത്തിൽ വെച്ച് റേഡിയോ പ്രവർത്തിപ്പിക്കണം. ചുറ്റും ഉപ്പുവെള്ളവും തിരമാലകളുമായിരിക്കും, എപ്പോഴും നനഞ്ഞിരിക്കും. പക്ഷേ ലോകവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന കണ്ണി നിങ്ങളായിരിക്കും. വരുന്നുണ്ടോ? ക്നൂട്ടിനും ടോറിസ്റ്റിനും ഇതൊരു പുതിയ വെല്ലുവിളിയായിരുന്നു. യുദ്ധത്തിന്റെ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ട് സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ക്ഷണം. പക്ഷേ സാഹസികതയുടെ രക്തം സിരകളിൽ ഓടുന്നവർക്ക് എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും? ഇത് കൊള്ളാമല്ലോ, യുദ്ധത്തേക്കാൾ വലിയ വെല്ലുവിളിയായിരിക്കും. ഞങ്ങൾ റെഡി. അവർ ഒരുമിച്ച് സമ്മതിച്ചു. അങ്ങനെ ടീമിൽ 5 പേരായി. അങ്ങനെ 5 കട്ടച്ചങ്കുകളായ നോർവേക്കാർ. തോർ ഹെയർദാൾ, നേതാവ് സ്വപ്നം കണ്ടയാൾ; ഹെർമാൻ വാറ്റ്സിംഗർ, എഞ്ചിനീയർ, ചെങ്ങാടത്തിന്റെ തല; എറിക് ഹെസൽബർഗ്, നാവിഗേറ്റർ, കലാകാരൻ; ക്നൂട്ട് ഹൗഗ്ലാൻഡ്, ടോറിസ്റ്റെയിൻ റാബി, റേഡിയോ വിദഗ്ധർ, ലോകത്തേക്കുള്ള വാതിൽ. ടീം ഏതാണ്ട് പൂർത്തിയായെന്ന് തോർ ചിന്തിച്ചിരിക്കുമ്പോഴാണ് 6ാമത്തെയാൾ അപ്രതീക്ഷിതമായി രംഗപ്രവേശം ചെയ്യുന്നത്. ബെങ്റ്റ് ഡാനിയൽസൺ, ഒരു സ്വീഡൻകാരൻ. പുള്ളിയും ഒരു ആന്ത്രപ്പോളജിസ്റ്റാണ്. സൗത്ത് അമേരിക്കൻ സംസ്കാരങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കുന്ന ഒരാൾ. തോറിന്റെ ഈ വിചിത്രമായ സിദ്ധാന്തത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും പത്രങ്ങളിൽ വായിച്ചറിഞ്ഞ് ആളെ നേരിൽ കാണാനും സംസാരിക്കാനും വേണ്ടി ന്യൂയോർക്കിലേക്ക് വന്നതാണ്. സംസാരത്തിനിടയിൽ ബെങ്റ്റ് പറഞ്ഞു, മിസ്റ്റർ ഹെയർദാൽ,
നിങ്ങളുടെ ഈ യാത്ര ഒരു സാധാരണ യാത്രയല്ല. ഇതൊരു ചരിത്ര സംഭവമാകാൻ പോവുകയാണ്. ഇതിലൊരു പങ്കാളിയാകാൻ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. എനിക്ക് സ്പാനിഷ് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനറിയാം. പെറുവിൽ അത് നിങ്ങൾക്ക് വലിയ സഹായമാകും. പിന്നെ യാത്രയിലുടനീളം ഭക്ഷണത്തിൻ്റെയും മറ്റ് സാധനസാമഗ്രികളുടെയും ചുമതല ഞാൻ ഏറ്റെടുക്കാം, ഒരു സ്റ്റ്യൂവേർഡിനെ പോലെ. കൂടെ യാത്രയുടെ ശാസ്ത്രീയമായ വശങ്ങൾ രേഖപ്പെടുത്താനും ഞാൻ സഹായിക്കാം. തോർ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കി. ഒരു സ്വീഡൻകാരൻ, അതും ഒരു ശാസ്ത്രജ്ഞൻ. എല്ലാവർക്കും സമ്മതം. അങ്ങനെ ബെങ്റ്റ് ഡാനിയൽസണും ആ ഇതിഹാസയാത്രയുടെ ഭാഗമായി. നോർവീജിയൻകാരുടെ ടീമിലേക്ക് ഒരു സ്വീഡിഷ് ചൂട് കൂടി കലർന്നു. അങ്ങനെ 6 പേർ, 6 വ്യത്യസ്ത കഴിവുകളുള്ളവർ, ഒരു ഭ്രാന്തൻ സ്വപ്നത്തിനു വേണ്ടി ഒന്നിച്ചവർ. അവരുടെ മുന്നിൽ കടലുപോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്നാമത്തേത് പണം. ഇങ്ങനൊരു യാത്രയ്ക്ക് പണം മുടക്കാൻ ആര് തയ്യാറാകും? ആത്മഹത്യ ചെയ്യാൻ പോകുന്നവർക്ക് പണം കൊടുക്കുന്നത് പോലെയല്ലേ അത്? അവർ പല ധനികരെയും സ്ഥാപനങ്ങളെയും സമീപിച്ചു. എല്ലാവരും മുഖം തിരിച്ചു. നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ലേ എന്നായിരുന്നു പലരുടെയും ചോദ്യം. ഒടുവിൽ നോർവീജിയൻ മിലിറ്ററി അറ്റാഷിയെ കണ്ടപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ കിട്ടി. യുദ്ധത്തിൽ കഴിവ് തെളിയിച്ച 4 പേർ സംഘത്തിലുള്ളതുകൊണ്ട് അദ്ദേഹം സഹായിക്കാമെന്ന് വാക്ക് നൽകി. അമേരിക്കൻ സൈന്യത്തിന്റെ പെന്റഗണിൽ ചെന്ന് തോർ കാര്യം അവതരിപ്പിച്ചു. അവർക്ക് ഈ യാത്രയുടെ ശാസ്ത്രീയ വശത്തൊന്നും വലിയ താൽപ്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മരച്ചങ്ങാടത്തിൽ ഉപയോഗിക്കുന്ന അതിജീവന സാമഗ്രികളുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്നറിയാൻ അവർക്ക് താൽപ്പര്യമുണ്ടായിരുന്നു. അങ്ങനെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് മിച്ചം വന്ന കുറേ സാധനങ്ങൾ, ഏറ്റവും പുതിയ സ്ലീപ്പിംഗ് ബാഗുകൾ, ടിന്നിലടച്ച റേഷൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ, പിന്നെ ആ യാത്രയുടെ ജീവനാഡിയായ ഷോർട്ട് വേവ് റേഡിയോയും അവർക്ക് സംഭാവനയായി ലഭിച്ചു. അതൊരു വലിയ സഹായമായിരുന്നു. അടുത്ത കടമ്പ. പെറുവിലെത്തിയപ്പോൾ അവിടത്തെ അധികാരികൾക്ക് വലിയ സംശയം. ഈ 6 വെള്ളക്കാർ എന്തിനാണിവിടെ വന്നിരിക്കുന്നത്? പുരാതന ഇങ്കകളുടെ നിധി വല്ലതും തപ്പാൻ വന്നതാണോ? തോർ പെറുവിന്റെ പ്രസിഡന്റിനെ നേരിൽ കണ്ട് കാര്യം അവതരിപ്പിച്ചു. ഭാഗ്യത്തിന് അദ്ദേഹം ഒരു ചരിത്രപ്രേമിയായിരുന്നു. തോറിന്റെ സിദ്ധാന്തം കേട്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ കൗതുകം തോന്നി. നിങ്ങളുടെ പൂർവികരുടെ യാത്ര പുനരാവിഷ്കരിക്കാനല്ലേ? കൊള്ളാം, നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായവും എന്റെ സർക്കാർ ചെയ്തു തരും. അദ്ദേഹം യാത്രയ്ക്ക് വേണ്ട എല്ലാ അനുമതികളും നൽകി. മാത്രമല്ല, ചങ്ങാടം പണിയാനായി കയ്യാവോ എന്ന തുറമുഖത്തെ നേവൽ യാർഡ്, നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാല വിട്ടുകൊടുക്കുകയും ചെയ്തു. ഇനിയാണ് ഏറ്റവും വലിയ വെല്ലുവിളി: ചങ്ങാടം പണിയാനുള്ള മരങ്ങൾ. പുരാതന ഇൻകകൾ ഉപയോഗിച്ചിരുന്നത് ഇക്വഡോറിലെ കൊടും വനങ്ങളിൽ വളരുന്ന ഭീമാകാരമായ ബാൽസ മരങ്ങളാണ്, ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മരങ്ങളിലൊന്ന്. തോറും ഹെർമനും ബെങ്റ്റും കൂടി ഇക്വഡോറിലെ നിബിഡവനങ്ങളിലേക്ക് യാത്ര തിരിച്ചു. മലമ്പനിയും വിഷപ്പാമ്പുകളും നിറഞ്ഞ വഴിപോലുമില്ലാത്ത കാട്ടിലൂടെ അവിടുത്തെ ഗ്രാമീണരുടെ സഹായത്തോടെ അവർ ദിവസങ്ങളോളം അലഞ്ഞു നടന്നു. ഒടുവിലവർ ആ ഭീമന്മാരെ കണ്ടെത്തി. ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന 100 അടിയിലധികം പൊക്കമുള്ള കൂറ്റൻ ബാൽസ മരങ്ങൾ. അവ മുറിച്ച് പുഴയിലൂടെ ഒഴുക്കി തുറമുഖത്തെത്തിക്കുന്നത് ഒരു വലിയ പ്രയത്നം തന്നെയായിരുന്നു. 9 കൂറ്റൻ തടികളാണ് അവർക്ക് കിട്ടിയത്. ഏറ്റവും വലുതിന് ഏകദേശം 45 അടി നീളവും 2 ടണ്ണോളം ഭാരവുമുണ്ടായിരുന്നു. അതോടൊപ്പം ചങ്ങാടം കൂട്ടിക്കെട്ടാനുള്ള കട്ടിയുള്ള ഹെംപ് കയറുകളും മേൽക്കൂര പണിയാനുള്ള മുളയും ഓരയുമെല്ലാം അവർ സംഘടിപ്പിച്ചു. അങ്ങനെ യാത്രയ്ക്ക് വേണ്ട ആളും അർത്ഥവും സാധനങ്ങളുമായി തോറും കൂട്ടരും തങ്ങളുടെ സ്വപ്നത്തിലേക്ക് ഒരു ചുവടുകൂടി അടുത്തു. പെറുവിലെ കയ്യാവോ തുറമുഖത്തെ നേവൽ യാർഡ് ഒരു വലിയ നിർമ്മാണശാല പോലെയായിരുന്നു. കൂറ്റൻ ഉരുക്ക് കപ്പലുകൾ പണിയുന്നതിന്റെ ഗ്രോഹത്വവും വെൽഡിങ്ങിന്റെ പ്രകാശവും എപ്പോഴും അവിടെയുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ ആ കേന്ദ്രത്തിലേക്ക് തോറും കൂട്ടരും തങ്ങളുടെ കൂറ്റൻ മരത്തടികളുമായി വന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ജോലിക്കാരും നാവികരുമൊക്കെ കൗതുകത്തോടെ നോക്കി. ആധുനിക കപ്പലുകൾക്കിടയിൽ ആ 9 പച്ചമരത്തടികൾ ഒരു കാലഹരണപ്പെട്ട കാഴ്ചയായിരുന്നു. ഈ സായിപ്പന്മാർ ഇതെന്തോ ചെയ്യാനാ പോണേ? അവർ പരസ്പരം ചോദിച്ചു. തോർ തങ്ങളുടെ പദ്ധതി വിശദീകരിച്ചപ്പോൾ അവരുടെ മുഖത്ത് ചിരി പടർന്നു. ഈ മരക്കഷ്ണങ്ങൾ കയറുകൊണ്ട് കെട്ടിവെച്ച് പസഫിക് സമുദ്രത്തിൽ പോകാൻ പോവുകയാണത്രേ. തലയ്ക്ക് നല്ല ഓളമുണ്ട്. ആദ്യത്തെ തിരയിൽ തന്നെ ഇത് പല കഷ്ണങ്ങളായി കടലിൽ കിടക്കും. പലരും അവരോട് സഹതാപത്തോടെ സംസാരിച്ചു. അരുത്, ഇത് ആത്മഹത്യയാണ്. നിങ്ങളുടെ കുടുംബങ്ങളെ ഓർക്കുക. പക്ഷേ തോറും കൂട്ടരും അതൊന്നും ചെവികൊണ്ടില്ല. അവരുടെ മനസ്സിൽ വ്യക്തമായൊരു രൂപരേഖയുണ്ടായിരുന്നു. പുരാതന സ്പാനിഷ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ ഇങ്ക ചെങ്ങാടങ്ങളുടെ വിവരണങ്ങളും പഴയ ചിത്രങ്ങളും വെച്ചാണ് അവർ പ്ലാൻ തയ്യാറാക്കിയത്. ഹെർമൻ വാറ്റ്സിംഗറുടെ തലയിൽ കൃത്യമായ കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു. ഒരൊറ്റ നിയമം മാത്രമേ അവർക്ക് മുന്നിലുണ്ടായിരുന്നുള്ളൂ. പുരാതന ഇങ്കകൾ എങ്ങനെയാണോ ചെങ്ങാടം നിർമ്മിച്ചത്, അതേ രീതിയിൽ തന്നെ വേണം പണിയാൻ. ഒരാണി, ഒരു സ്ക്രൂ, ഒരു ലോഹക്കഷ്ണം പോലും തടികൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കരുത്. എല്ലാം കയറുകൊണ്ട് മാത്രം. കാരണം ഇതാണ് പരീക്ഷണത്തിന്റെ കാതൽ.
ഒരു ലോഹക്കഷ്ണം തിരമാലയുടെ സമ്മർദ്ദത്തിൽ മരത്തിലേക്ക് ആഴ്ന്നിറങ്ങി അതിനെ പിളർത്തിയേക്കാം. പക്ഷേ കയറാണെങ്കിൽ അത് മരത്തോടൊപ്പം വളയുകയും വലിയുകയും ചെയ്യും. ചെങ്ങാടത്തിനൊരു വഴക്കം, ഫ്ലെക്സിബിലിറ്റി നൽകും. അവർ പണി തുടങ്ങി. ഏറ്റവും വലിയ 9 തടികൾ നീളത്തിനനുസരിച്ച്, നടുക്ക് ഏറ്റവും നീളമുള്ളതും വശങ്ങളിലേക്ക് വരുംതോറും നീളം കുറഞ്ഞുവരുന്ന രീതിയിലും നിരത്തിവെച്ചു, ഒരു വാഴയിലയുടെ ആകൃതിയിൽ. ഏറ്റവും നീളമേറിയ നടുവിലെ തടി ചെങ്ങാടത്തിന്റെ നട്ടെല്ലുകൂടെ വർത്തിച്ചു. പിന്നീടിതിന് കുറുകെ കുറച്ചുകൂടി കനം കുറഞ്ഞ ബാൽസാ തടികൾ വെച്ച് കട്ടിയുള്ള ഹെംപ് കയറുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. അതൊരെളുപ്പപ്പണിയായിരുന്നില്ല. ടൺ കണക്കിനു ഭാരമുള്ള തടികൾക്കിടയിലൂടെ കനത്ത കയറുകൾ വലിച്ചെടുത്ത് ഓരോ കെട്ടും മുറുക്കുന്നത് അതികഠിനമായ ജോലിയായിരുന്നു. ഹെർമന്റെ നേതൃത്വത്തിൽ അവർ രാവും പകലും പണിയെടുത്തു. നേവൽ യാർഡിലെ ജോലിക്കാർ ആദ്യം കളിയാക്കിയെങ്കിലും ഇവരുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കണ്ടപ്പോൾ പതിയെ പതിയെ അവരും സഹായിക്കാൻ തുടങ്ങി. അവരവരുടെ ഭാഷകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും അധ്വാനത്തിന്റെ ഭാഷ ഒന്നായിരുന്നു. ചെങ്ങാടത്തിന്റെ അടിസ്ഥാന രൂപം തയ്യാറായപ്പോൾ അടുത്ത പടി നടുക്ക് താമസിക്കാനുള്ള ഒരു കൂടാരം പണിയുക എന്നതാണ്. മുളകൾ കൊണ്ടൊരു ചട്ടക്കൂടുണ്ടാക്കി അതിനു മുകളിൽ വാഴയുടെ ഉണങ്ങിയ ഇലകളും മുളയുടെ പാളികളും വെച്ച് മേൽക്കൂരയിട്ടു. മഴയിൽ നിന്നും വെയിലിൽ നിന്നും ഒരു ചെറിയ രക്ഷ. ആ കേബിന് കഷ്ടിച്ച 6 പേർക്ക് ഞെരുങ്ങിക്കിടക്കാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ. കേബിന്റെ ഭിത്തികളും മുളകൊണ്ടാണ് നിർമ്മിച്ചത്. ചെങ്ങാടത്തിന്റെ പിൻഭാഗത്തായി ദിശ നിയന്ത്രിക്കാനുള്ളൊരു ഭീമം തുഴ സ്ഥാപിച്ചു. ഏകദേശം 19 അടി നീളമുള്ള ഒരു കൂറ്റൻ മരക്കടിയായിരുന്നു അത്. അതിനെ നിയന്ത്രിക്കാൻ കുറഞ്ഞത് 2 പേരുടെ ശക്തി വേണമായിരുന്നു. മുൻഭാഗത്ത് 2 പായ്മരങ്ങൾ ഉറപ്പിച്ചു. പഴയ ഇൻകാ ചെങ്ങാടങ്ങളുടെ ചിത്രങ്ങളിൽ കണ്ടതുപോലെയുള്ള ചതുരാകൃതിയിലുള്ള പായികളാണ് അവർ തയ്യാറാക്കി വെച്ചത്. ആ പായികളിലൊന്നിലാണ് എറിക് ഹെസൽബർഗ് തന്റെ കലാവിരുത്ത് പ്രകടിപ്പിച്ചത്. ചുവന്ന ചായം കൊണ്ട് ആ വലിയ പായയുടെ നടുവിൽ പുള്ളിയൊരു മുഖം വരച്ചു. സൗത്ത് അമേരിക്കൻ പുരാണങ്ങളിലെ സൂര്യദേവനായ കോൺ ടിക്കിയുടെ മുഖം. നീണ്ട താടിയും വലിയ കണ്ണുകളും ഗൗരവമേറിയ ഭാവവുമുള്ള ആ മുഖം ചെങ്ങാടത്തിനൊരു പുതിയ വ്യക്തിത്വം നൽകി. അതൊരു വെറും മരക്കെട്ടല്ല, മറിച്ച് കോൺ ടിക്കി എന്ന ഇതിഹാസനായകന്റെ യാനമാണെന്ന ചിത്രം വിളിച്ചു പറഞ്ഞു. ചെങ്ങാടം ഏതാണ്ട് പൂർത്തിയായി. 15 അടി വീതിയും 45 അടി നീളവുമുള്ള ഒരു ഭീമൻ മരക്കെട്ട്. അതിനവർ ഔദ്യോഗികമായി പേരിട്ടു, കോൺ ടിക്കി. അവസാനം ആ ദിവസം വന്നെത്തി, കോൺ ടിക്കിയെ കടലിലിറക്കുന്ന ദിവസം. നേവൽ യാർഡിലെ ഒരു കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ചാണ് അതിനെ വെള്ളത്തിലേക്കിറക്കിയത്. തോറിന്റെയും കൂട്ടരുടെയും നെഞ്ചിൽ തീയായിരുന്നു. ഹെർമന്റെ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ, അതോ കളിയാക്കിയവരെപ്പോലെ ഇത് വെള്ളത്തിൽ താണുപോകുമോ? അവിടെ കൂടി നിന്ന 100 കണക്കിന് ആളുകൾ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിന്നു. ക്രെയിൻ പതുക്കെ കോണ്ടിക്കിയെ ഉയർത്തി കടലിനു മുകളിലെത്തിച്ചു. പിന്നെ ഠോ എന്നൊരു വലിയ ശബ്ദത്തോടെ അത് പസഫിക്കിലെ വെള്ളത്തിൽ ചെന്നു വീണു. വെള്ളം 4 പാടും ചിതറിത്തെറിച്ചു. ഒരു നിമിഷത്തെ പൂർണ്ണ നിശബ്ദത. പിന്നെ അത്ഭുതം. അതൊരരയന്നത്തെപ്പോലെ ഒട്ടും പതറാതെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. ഹെർമൻ കണക്കുകൂട്ടിയിരുന്നതുപോലെ തന്നെ ബാൽസാമരത്തിന്റെ അസാമാന്യമായ പ്ലവക്ഷമത അതിനെ താണുപോകാതെ നിലനിർത്തി. ഹെർമന്റെ മുഖത്തൊരു വലിയ ആശ്വാസത്തിന്റെ ചിരി വിടർന്നു. തോർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവിടെ കൂടി നിന്നവരുടെ ചിരി പതിയെ അത്ഭുതത്തിന് വഴിമാറി. ഈ ഭ്രാന്തന്മാർ ഒരുപക്ഷെ കാര്യമായിട്ടാണ്. ഈ സാധനം ഒരുപക്ഷെ കടലിൽ പൊങ്ങിക്കിടന്നേക്കാം. അടുത്ത കുറച്ചു ദിവസങ്ങൾ യാത്രയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം കൊൺടിക്കിയിലേക്ക് മാറ്റാനുള്ള തിരക്കിലായിരുന്നു. 1000 ലിറ്ററിലധികം കുടിവെള്ളം മുളയുടെ വലിയ കുഴലുകളിലണച്ച് ചങ്ങാടത്തിന്റെ തടികൾക്കിടയിൽ ഭദ്രമായി വെച്ചു. സൈന്യം തന്ന ടിന്നിലടച്ച ഭക്ഷണങ്ങൾ, ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, മിലിട്ടറി റേഷൻ പാക്കറ്റുകൾ എന്നിവയെല്ലാം ക്യാബിന്റെ ഉള്ളിൽ അടുക്കി. അതുകൂടാതെ പെറു മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കുറച്ചു പഴങ്ങളും തേങ്ങകളും മധുരക്കിഴങ്ങും അവർ കരുതി. ചൂണ്ടയിട്ട് മീൻ പിടിക്കാമെന്നായിരുന്നു പ്രധാന പ്രതീക്ഷ. ശാസ്ത്രീയ ഉപകരണങ്ങൾ, ക്യാമറകൾ, ഫിലിം റോളുകൾ, എറിക്കിന്റെ ചിത്രരചനാ സാമഗ്രികൾ, ബെങ്ഡിറ്റിന്റെ പുസ്തകങ്ങൾ, പിന്നെ ലോകവുമായുള്ള ഏകബന്ധമായ റേഡിയോ സെറ്റും അതിന്റെ ബാറ്ററികളും എല്ലാം വാട്ടർ പ്രൂഫ് ബാഗുകളിലാക്കി സുരക്ഷിതമായി വെച്ചു. അവരുടെ കൂടെ ഒരു 7-ാമൻ കൂടിയുണ്ടായിരുന്നു. പെറുവിൽ നിന്ന് ഒരാൾ സമ്മാനിച്ച ഒരു പച്ചത്തത്ത. അവർ അതിനെ ലോറിട്ട എന്നു പേരിട്ടു. അങ്ങനെ 1947 ഏപ്രിൽ 28 ആ ചരിത്രയാത്രയ്ക്ക് സമയമായി. കയാവോ തുറമുഖം അക്ഷരാർത്ഥത്തിൽ ജനസമുദ്രമായി മാറിയിരുന്നു. പത്രക്കാരും ഫോട്ടോഗ്രാഫർമാരും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുമുള്ള ലേഖകരും പിന്നെ ഈ 6 ഭ്രാന്തന്മാരുടെ യാത്രയേപ്പ് കാണാൻ വന്ന ആയിരക്കണക്കിനു പെറൂവിയൻകാരും. 6 പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കത്തുകൾ എഴുതി അവസാനമായി കരയുടെ സുഖമനുഭവിച്ച് കൊൺടിക്കിയിലേക്ക് കയറി.
അവരുടെ മുഖത്ത് ആകാംക്ഷയും അല്പം ഭയവും അതിലുപരി ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പോകുന്നതിന്റെ പറഞ്ഞറിയിക്കാനാവാത്ത ആവേശവും നിറഞ്ഞിരുന്നു. പെറുവിന്റെ പ്രസിഡന്റ് നേരിട്ടെത്തി അവർക്ക് ആശംസകൾ നേർന്നു. ഒരു പെറൂവിയൻ നേവി കപ്പൽ കൊണ്ടിക്കിയെ ഒരു കയറിൽ കെട്ടി തീരത്തുനിന്ന് കുറച്ചകലെ ഹംബോൾട്ട് എന്ന ശക്തമായ കടലൊഴുക്കു തുടങ്ങുന്ന സ്ഥലം വരെ വലിച്ചുകൊണ്ടുപോയി. ആ കപ്പലിലുണ്ടായിരുന്ന നാവികർക്ക് ഇവരോട് സഹതാപമായിരുന്നു. ഈ 6 പേരും മരണത്തിലേക്കാണ് പോകുന്നതെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. കടലൊഴുക്കിന്റെ പരിധിയിലെത്തിയപ്പോൾ നേവി കപ്പൽ നിന്നു. കപ്പലിന്റെ ക്യാപ്റ്റൻ അവസാനമായി തോറിനോട് ചോദിച്ചു, "മിസ്റ്റർ ഹേർദാൽ, നിങ്ങൾക്കുറപ്പാണോ? ഇപ്പോഴും നിങ്ങൾക്ക് മടങ്ങാം. ആരും നിങ്ങളെ കുറ്റപ്പെടുത്തില്ല." തോർ ചിരിച്ചുകൊണ്ട് ആ വലിയ പായിൽ വരച്ച കൊണ്ടിക്കിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു, "ഇല്ല, ഞങ്ങൾ പോകുകയാണ്. ഒരുപക്ഷേ ഞങ്ങളുടെ പൂർവികർ പോയതുപോലെ." ആ വാക്കുകളിലെ ഉറപ്പ് കേട്ടപ്പോൾ ക്യാപ്റ്റൻ ഒരു സല്യൂട്ട് നൽകി. കപ്പലിലെ നാവികരും ആദരവോടെ അവർക്ക് സല്യൂട്ട് നൽകി. കൊണ്ടിക്കിയെ ബന്ധിപ്പിച്ചിരുന്ന കട്ടിയുള്ള കയർ അഴിച്ചുമാറ്റി. ഒരു നിമിഷം കൊണ്ടിക്കി നിശ്ചലമായി കടലിൽ നിന്നു. കരയുടെ അവസാനത്തെ ബന്ധവും അറ്റുപോയിരിക്കുന്നു. പിന്നെ പതുക്കെ ആരും കാണാത്ത ഒരു ശക്തി അതിനെ പിടിച്ചുതള്ളുന്നതുപോലെ ഹംബോൾട്ട് കടലൊഴുക്കിൽപ്പെട്ട് അത് പടിഞ്ഞാറോട്ട് അനന്തമായ സമുദ്രത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. നേവി കപ്പൽ ഹോൺ മുഴക്കി യാത്രയാശംസിച്ചു. പെറുവിന്റെ തീരം പതിയെ ഒരു നേർത്ത രേഖയായി പിന്നെ കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായും മറഞ്ഞു. അവരുടെ മുന്നിൽ അറ്റമില്ലാതെ ആകാശം മുട്ടിപ്പരന്നുകിടക്കുന്ന പസഫിക് മഹാസമുദ്രം മാത്രം. 6 മനുഷ്യർ, ഒരു തത്ത, പിന്നെ ഒരു മരച്ചങ്ങാടം. 101 ദിവസം നീണ്ടുനിൽക്കാൻ പോകുന്ന, ലോകം ശ്വാസമടക്കിപ്പിടിച്ചു വീക്ഷിച്ച ആ ഇതിഹാസയാത്ര തുടങ്ങുകയായിരുന്നു. കൊണ്ടിക്കി പെറുവിന്റെ തീരം വിട്ട് ആ നേവി കപ്പൽ കാഴ്ചയിൽ നിന്ന് മറഞ്ഞ നിമിഷം ആ 6 പേരുടെയും ഉള്ളിൽ ഒരുതരം മരവിപ്പ് പടർന്നു. ഇത്രയും നാൾ കരയിൽ നിന്ന് കണ്ട സ്വപ്നം ഇപ്പോൾ പസഫിക്കിന്റെ നടുവിൽ ഒരു പച്ചയായ യാഥാർത്ഥ്യമായി മുന്നിൽ നിൽക്കുന്നു. മുന്നോട്ടു നോക്കിയാൽ അറ്റം കാണാത്ത നീലക്കടൽ, പിന്നോട്ടു നോക്കിയാലും അതുതന്നെ. കര എന്ന ആശയം തന്നെ ഒരു ഓർമ്മയായി മാറാൻ തുടങ്ങിയിരിക്കുന്നു. തങ്ങൾ നിൽക്കുന്നത് ഉറപ്പുള്ള ഒരു കപ്പലിലല്ല, മറിച്ച് കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയ കുറേ മരക്കഷണങ്ങൾക്ക് മുകളിലാണെന്ന സത്യം അവരുടെ സിരകളിലേക്ക് ഒരു തണുപ്പായി അരിച്ചിറങ്ങി. ആദ്യത്തെ കുറച്ചു മണിക്കൂറുകൾ വല്ലാത്തൊരു നിശബ്ദതയായിരുന്നു. ഓരോരുത്തരും അവരവരുടെ ചിന്തകളിൽ മുഴുകി. ഇതെന്തു ഭാവിച്ച ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടത്? എടുത്തുചാട്ടമായോ? ഇനി പ്രിയപ്പെട്ടവരെ കാണാൻ പറ്റുമോ? ഉള്ളിലെ ഭയം ആരും പുറത്തു കാണിച്ചില്ല. തോർ എല്ലാവരെയും മാറി മാറി നോക്കി. അവരുടെ മുഖത്തെ പിരിമുറുക്കം അയാൾക്കൊരു കണ്ണാടിയിലെന്ന പോലെ വായിച്ചെടുക്കാമായിരുന്നു. ഈ യാത്രയുടെ മുഴുവൻ ഉത്തരവാദിത്വവും തനിക്കാണെന്ന ബോധം അയാളുടെ തോളിൽ ഒരു ഭാരമായി അമർന്നു. "പിള്ളേരെ, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട് വെറുതെ ഇരിക്കാൻ സമയമില്ല. ജോലിയാണ്," തോർ മനഃപൂർവ്വം ശബ്ദമുയർത്തി പറഞ്ഞു. ആ ശബ്ദത്തിലെ ഉറപ്പും ആത്മവിശ്വാസവും മറ്റുള്ളവർക്കൊരു ധൈര്യം നൽകി. അവർ ചിന്തകളിൽ നിന്നുണർന്നു. അങ്ങനെ കോൺടിക്കിയിലെ ആദ്യത്തെ മീറ്റിംഗ് കൂടി. ഓരോരുത്തരുടെയും ചുമതലകൾ കൃത്യമായി നിർവചിക്കപ്പെട്ടു. ഹെർമൻ ചങ്ങാടത്തിന്റെ കെട്ടുകളും ഘടനയും പരിശോധിച്ച് എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്താൻ തുടങ്ങി. എറിക് നാവിഗേഷന്റെ ഉപകരണങ്ങൾ സജ്ജമാക്കി ചങ്ങാടത്തിന്റെ വേഗതയും ദിശയും അളക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി. ക്നൂട്ടും ടോസ്റ്റെയിനും തങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ ആന്റിന ഉയർത്തി ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കി. ബെങ്ട്ട് കൊണ്ടുവന്ന ഭക്ഷണസാധനങ്ങളുടെയും വെള്ളത്തിന്റെയും ഒരു ലിസ്റ്റ് തയ്യാറാക്കി. ഓരോ ദിവസവും എത്രമാത്രം ഉപയോഗിക്കാമെന്നതിന്റെ ഒരു കണക്കുണ്ടാക്കി. ആദ്യത്തെ രാത്രിയായിരുന്നു ഏറ്റവും ഭീകരം. പകൽ വെളിച്ചത്തിൽ സുന്ദരമായി തോന്നിയ കടലിന് ഇരുട്ടുവീണതോടെ ഒരു ഭയാനകമായ ഭാവം വന്നു. തിരമാലകളുടെ ഇരമ്പൽ കൂടുതൽ ഉച്ചത്തിലായി. ആകാശത്ത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഭൂമിയിൽ ഒരിടത്തും കാണാൻ കഴിയാത്തത്ര വ്യക്തമായി. പക്ഷെ അതൊന്നും ആസ്വദിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ആരും. കൊണ്ടിക്ക് ഓരോ തിരമാലയിലും ഒരു തൊട്ടിൽ പോലെ ആടിയുലയുമ്പോൾ അതിന്റെ കയറുകൾ വലിയുന്നതിന്റെ ഞിർ എന്ന ശബ്ദം ഒരു പേടിസ്വപ്നം പോലെ തോന്നി. ഓരോ വലിയ തിര അടിക്കുമ്പോഴും കെട്ടുകൾ പൊട്ടി ചങ്ങാടം ചിതറിപ്പോകുമോ എന്നവർ ഭയന്നു. തോറും എറിക്കും മാറി മാറി സ്റ്റിയറിംഗ് തുഴയുടെ അടുത്തുനിന്നു. ഉറങ്ങാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. മുളകൊണ്ടുണ്ടാക്കിയ ആ കൊച്ചു കൂടാരത്തിനുള്ളിൽ
തണുത്ത കാറ്റടിച്ചെല്ലാവരും വിറച്ചിരുന്നു. ഉപ്പുവെള്ളത്തിന്റെ നേരിയ തുള്ളികൾ കാറ്റിൽ പറന്ന് അവരുടെ മുഖത്തും വസ്ത്രങ്ങളിലും പറ്റിപ്പിടിച്ചു. ആ രാത്രി അവർക്ക് യുഗങ്ങൾ പോലെ തോന്നി.